നമസ്കാരം. ജോബ് ഹണ്ടറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ വന്നിട്ടുള്ള ടൂറിസം വകുപ്പിലേക്ക് വന്നിട്ടുള്ള പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ ആയിട്ടായിരുന്നു. വിശദവിവരങ്ങളിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ടൂറിസം വകുപ്പിൻ്റെ കീഴിലുള്ള തൃശ്ശൂർ രാമനിലയം ഗസ്റ്റ് ഹൗസിൽ താഴെ കൊടുത്തിരിക്കുന്ന തസ്തികകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ പരമാവധി 1 വർഷം കാലയളവിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. യോഗ്യരായ അപേക്ഷകരിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. തസ്തിക ഒഴിവുകളുടെ എണ്ണം എന്നിവ ചുവടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നോക്കുകയാണെങ്കിൽ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് 2ഉം അസിസ്റ്റൻ്റ് കുക്ക് ഒരു ഒഴിവാണുള്ളത്. വിവിധ തസ്തികയിലേക്കുള്ള ഉദ്യോഗാർത്ഥികൾ ആവശ്യമായ വിദ്യാഭ്യാസ യോഗ്യതയും പ്രവൃത്തി പരിചയവും താഴെ പറയുന്ന പ്രകാരമായിരിക്കും. ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിൻ്റെക്ക് SSLC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ്. അതുപോലെ കേരള സർക്കാരിൻ്റെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഹോട്ടൽ അക്കോമഡേഷൻ ഓപ്പറേഷൻ ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജിയിൽ നിന്ന് ഹോട്ടൽ അക്കോമഡേഷൻ ഓപ്പറേഷനിൽ ഡിപ്ലോമയോ PG ഡിപ്ലോമയോ പാസ്സായിരിക്കും എന്ന് പറയുന്നുണ്ട്. അല്ല, ടൂർ സ്റ്റാർ ക്ലാസിഫിക്കേഷൻ അതിന് മുകളിലുള്ളതായ ഹോട്ടലിൽ ഹൗസ് കീപ്പിങ്ങിൽ 6 മാസത്തെ പ്രവൃത്തി പരിചയം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ അസിസ്റ്റൻ്റ് കുക്ക് SSLC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ്. കേരള സർക്കാരിൻ്റെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് 1 വർഷത്തെ ഫുഡ് പ്രൊഡക്ഷൻ ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ 2 2 സ്റ്റാർ ക്ലാസിഫിക്കേഷൻ അതിന് മുകളിലായ ഹോട്ടലുകളിൽ കുക്ക് അസിസ്റ്റൻ്റ് കുക്ക് ആയി 1 വർഷത്തെ പ്രവൃത്തി പരിചയം. മേൽപ്പറഞ്ഞ തസ്തികകളിലേക്ക് 18 മുതൽ 36 വയസ്സിനും ഇടയിലുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കാം. സംവരണ വിഭാഗങ്ങൾക്ക് ചട്ടപ്രകാരമുള്ള വയസ്സിളവ് അനുവദിമാണ്. അപ്പോൾ ഇതിലേക്ക് അപേക്ഷ പോസ്റ്റലായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷ ഫോം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ അപേക്ഷ ഫോം. താല്പര്യമുള്ള ആളുകൾ നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. നമ്മളെ ഗ്രൂപ്പിൽ ഇത് ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ അപേക്ഷ സ്വീകരിക്കുന്ന സൈറ്റ് അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ കേരള ടൂറിസം സൈറ്റിൽ നിന്ന് നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്യാം. പിന്നെ അപേക്ഷ റീജിയണൽ ജോയിൻറ്റ് ഡയറക്ടർ, ഓഫീസ് ഓഫ് ദ റീജിയണൽ ജോയിൻറ്റ് ഡയറക്ടർ എന്ന അഡ്രസ്സിലാണ് ഇത് ലഭിക്കേണ്ടത്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 9/9/2024 വൈകുന്നേരം 5 മണി. 9-ാം തീയതി വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 9-ാം തീയതിയുള്ളിൽ നിങ്ങൾ അപേക്ഷ അവിടെ എത്തണം. പിന്നെ ദിവസവേതനവും കാര്യങ്ങളൊക്കെ ഇതിൽ വിശദമായി കൊടുത്തിട്ടുണ്ട്. നോക്കി വായിച്ച് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും ഒരു നോട്ട്